നേപ്പാളിൽ എങ്ങനെയാണോ ജെൻസി തെരുവിലിറങ്ങിയത് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലും ജെൻസി കുട്ടികൾ തെരുവിലിറങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പ്രധാനമായും ലേയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. അതായത് ജമ്മു കശ്മീരിൻ്റെ ലഡാക്കിലെ ലേയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രതിഷേധം അക്രമാസക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടാണ് പെട്ടെന്ന് പൊടുന്നനെ ഒരു പ്രതിഷേധം ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ലേ അപെക്സ് ബോഡി LAB നടത്തി വന്ന പ്രതിഷേധം ബുധനാഴ്ച അക്രമാസക്തമായി എന്നറിയാൻ സാധിക്കുന്നു. നഗരത്തിൽ പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ലേയിൽ നടന്ന വൻ പ്രതിഷേധം ഒരു കൂട്ടം യുവാക്കളാണ് നിയന്ത്രിക്കുന്നത്. ഈ യുവാക്കൾ അക്രമാസക്തരാവുകയും കല്ലെറിയുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നു. 6ാം ഷെഡ്യൂൾ നീട്ടുന്നതിനൊപ്പം ലഡാക്കിന് സംസ്ഥാന പദവി നൽകുന്നതിനെക്കുറിച്ചും കേന്ദ്രവുമായുള്ള നിർദ്ദിഷ്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യത്തെ പിന്തുണച്ചുമായിരുന്നു ഈ പ്രതിഷേധം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സെപ്റ്റംബർ 10 മുതൽ 35 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന 15 പേർ, ഈ 15 പേരിൽ 2 പേരുടെ നില ചൊവ്വാഴ്ച വൈകുന്നേരം വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റി. ബുധനാഴ്ച ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിനും ബന്ദിനും ആഹ്വാനം ചെയ്തു. ഈ ബന്ദിലാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ പ്രവർത്തക സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരവും മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലേയിലെ BJP ഓഫീസിന് പുറത്തുള്ള ഒരു സുരക്ഷാ വാഹനം പ്രതിഷേധക്കാർ കത്തിച്ചു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ലേയിൽ കൂടുതൽ സേനയെ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരും ലഡാക്ക് പ്രതിനിധികളും തമ്മിൽ ഒക്ടോബർ 6-ന് പുതിയ ചർച്ച നടക്കും എന്നും നമുക്ക് മനസ്സിലാകുന്നു. പൊതുജനങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരുമായി അടിയന്തര യോഗം നടത്തണമെന്ന് LAB ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന പദവി 6ാം ഷെഡ്യൂളിലേക്ക് ലഡാക്കിനെ ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ നേതാക്കൾ നിരാഹാര സമരം അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം. ഞങ്ങളുടെ പ്രതിഷേധം സമാധാനപരമാണ്, പക്ഷേ ആളുകൾ അക്ഷമരായി പെരുമാറുകയാണ്. സാഹചര്യം നമ്മുടെ കൈവിട്ടു പോയേക്കാം. ചർച്ചകൾ ഇതിനകം വൈകി. എന്തെങ്കിലും കരാറിലെത്തുന്നതുവരെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ലാബ് സഹ ചെയർമാൻ ചെറിങ് ഡോർജെ ഇപ്പോൾ സർക്കാരിനെ അറിയിക്കുകയാണ്. യോഗത്തിൻ്റെ തീയതി തീരുമാനിക്കുന്നതിന് മുമ്പ് തങ്ങളുമായി കൂടിയാലോചിച്ചിട്ടില്ലെന്നും LAB ഇപ്പോൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.